ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമുക്ക് പി എസ് സിയിൽ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള ഹിസ്റ്ററിയിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. അത് നമുക്ക് ഏർലി സ്ട്രഗിൾസ് ഉണ്ട് അല്ലേ, അത് നമുക്ക് അതായത് ആദ്യകാല കലാപങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഏറെക്കുറെ നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാറുണ്ട്. അതിനകത്ത് വരുന്നതാണ് കുറിച്യ കലാപം, അതുകൂടാതെ അഞ്ചുതെങ്ങ്, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി റിവോൾട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ചോദിക്കുന്നതാണ്. നിരന്തരം പി എസ് സിയിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ അതൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ആപ്പ്, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി ഫ്രീ ക്വിസ്, കറന്റ് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് PDF, പിന്നെ അതുകൂടെ നമുക്ക് ഒരു റാങ്ക് പെർഫോമൻസ് അനാലിസിസ് കൂടി നമുക്ക് ഇതിലൂടെ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നോക്കിക്കോളാം. ഫസ്റ്റ് പ്രധാന സംഭവങ്ങളും വർഷങ്ങളുമാണ് നമ്മൾ അവിടെ നോക്കുന്നത് അല്ലെ. അതായത് പ്രധാനപ്പെട്ട ആ ഒരു ആദ്യകാല കലാപങ്ങൾ, ബ്രിട്ടീഷുകാരൻ ആ ഒരു എൻ്റർ ചെയ്തതിന് ശേഷം, യൂറോപ്യൻസ് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് കലാപങ്ങളും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളും. അപ്പൊ അതിനകത്ത് വരുന്നത് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുമ്പോൾ 1697 അല്ലെ. 1697 നമുക്ക് അഞ്ചുതെങ്ങ് കലാപം വരുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഓർത്തു വയ്ക്കണം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് എടുത്തു പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ തന്നെ പഠിക്കുക. എന്തായിരുന്നു അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണം? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് പ്രധാന കാരണം. നെക്സ്റ്റ്, ആറ്റിങ്ങൽ റാണി അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുത്തത് സ്ഥലവാസികളെ രോക്ഷാകുലരാക്കിയിരുന്നു. അതും നമുക്ക് എന്താണ് മറ്റൊരു റീസൺ ആയിട്ട് അവിടെ എടുത്തു പറയാവുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. അഞ്ചുതെങ്ങ് കലാപം അല്ലെ. അഞ്ചുതെങ്ങ് കലാപം വരുന്നത് ഏത് ഇയർ ആണെന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കണം. നമുക്ക് ഇയർ മസ്റ്റ് ആണ്. 1697 അല്ലെ. ഇനി പ്രധാന കാരണവും കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ഇതിന്റെ പ്രധാന കാരണമായിട്ട് വരുന്നത്. അത് എന്ത് തന്നെ ആയാലും പഠിച്ചു വെക്കണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, രണ്ടാമതായിട്ട് വരുന്നതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. 1721 ആറ്റിങ്ങൽ കലാപം വരുന്നത് അല്ലെ. 1721 ആറ്റിങ്ങൽ കലാപം വരുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആ പോയിന്റ് അവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപം, ആദ്യത്തെ സംഘടിത കലാപം. ഇതാണ് നമുക്ക് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അഞ്ചുതെങ്ങ് പറയുന്നത് ആദ്യത്തെ കലാപം എന്നാണ്. ഇവിടെ ആറ്റിങ്ങൽ കലാപം പറയുന്നത് എന്താണ്? സംഘടിത കലാപം എന്നാണ് പറയുന്നത്. ഇയർ ഓർത്ത് വയ്ക്കുക, 1721. ആറ്റിങ്ങൽ കലാപം 1721 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. 1723. ഓക്കെ, വേണാട് ഉടമ്പടി ഒപ്പുവെച്ച, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. 1741 ഇയർ ഓർത്ത് വയ്ക്കണം. കുളച്ചൽ യുദ്ധം 1741. ഇതിൽ എന്താണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് അല്ലെ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ഒരു യുദ്ധമായിരുന്നു. ഡച്ചുകാരുടെ ആ ഒരു പതനത്തിന് കാരണമായിട്ടുള്ള ഒരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഇനി ഇതില് നമുക്ക് ഡച്ചുകാരെ സഹായിച്ച, അല്ലെങ്കിൽ ഡച്ചുകാരുടെ സൈനിക തലവനാണ് ക്യാപ്റ്റൻ ഡിനലോയ് എന്ന് പറയുന്നത്. ഡിനലോയിനെയാണ് ആര് പരാജയപ്പെടുത്തിയത്? മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്. ഇനി മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ഡച്ച് സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിനലോയ്. ഇദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വലിയ കപ്പിത്താൻ എന്ന് പേരിട്ട് വിളിക്കുന്നത് ക്യാപ്റ്റൻ ഡിനലോയ് ആണ്. ഇനി അതിനുശേഷം നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തെ പരിശീലിപ്പിച്ച ഒരു ആള് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കമാൻഡർ കൂടിയാണ് ആര്? ക്യാപ്റ്റൻ ഡിനലോയ് എന്ന് പറയുന്നത്. ആ ഒരു ഫാക്ട് കൂടി അവിടെ ഓർത്ത് വെച്ചോളണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് വരുന്നതാണ് ഒന്നാം പഴശ്ശി കലാപം. അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഓർത്ത് വെക്കണം. ഒന്നാം പഴശ്ശി കലാപം ഉണ്ട്, രണ്ടാം പഴശ്ശി കലാപം ഉണ്ട് അല്ലെ. ഒന്നാം പഴശ്ശി കലാപം വരുന്നത് 1793 തൊട്ട് 1797 വരെയാണ്. അത് ഓർത്ത് വെക്കണം. ഇനി ഇതിന്റെ പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാര്യം, അല്ലെങ്കിൽ ഇയർ ഓർത്ത് വെക്കണം. 1793 തൊട്ട് 1797 വരെയാണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഓർത്ത് വെക്കുക. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത്. ഇനി ഇവിടുത്തെ പ്രധാന, അല്ലെങ്കിൽ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് പഴശ്ശി റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം, അല്ലെങ്കിൽ പ്രധാന കേന്ദ്രം, കലാപം നടന്ന പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് പുരളിമല അല്ലെ. പുരളിമല കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പഴശ്ശിരാജാവിനെ പുരളി ചെമ്മൻ എന്ന പേരിലൊക്കെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. ഇനി ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ആര്? ചിറക്കൽ രാജാവ്. ഇത് ഓർത്ത് വയ്ക്കണം, ചിറക്കൽ രാജാവ്. അപ്പൊ ഇതിന് ഇടനിലക്കാരനായിട്ട് നിന്ന വ്യക്തിയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് രണ്ടാം പഴശ്ശി കലാപം. 1800 തൊട്ട് 1805 വരെയാണ്
രണ്ടാം പഴശ്ശി കലാപം വരുന്നത്. ഇയർ മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇനി എന്തായിരുന്നു അതിന്റെ റീസൺ? വയനാട് പിടിച്ചെടുക്കാനായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമം അല്ലെ, വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാരുടെ ശ്രമത്തിനെതിരായിട്ടാണ് ആര് വന്നത്, എന്ത് വന്നത്, രണ്ടാം പഴശ്ശി വിപ്ലവം വന്നത്. ഇനി പഴശ്ശി കലാപത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ നിയമിതനായിട്ടുള്ള ബ്രിട്ടീഷ് സർവ്വസൈന്യാധിപനാണ് സർ ആർതർ വെല്ലസ്ലി അല്ലെ, ആർതർ വെല്ലസ്ലി. അത് ഓർത്ത് വെക്കുക, ആർതർ വെല്ലസ്ലി. അപ്പൊ കലാപത്തെ നേരിടാനായിട്ട് നിയമിതനായിട്ടുള്ള ബ്രിട്ടീഷ് സർവ്വസൈന്യാധിപനാണ് ആര്, ആർതർ വെല്ലസ്ലി എന്ന് പറയുന്നത്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം പഴശ്ശി സൈന്യത്തെ നയിച്ചവർ, രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവർ ആരൊക്കെയാ? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ. ഇവരൊക്കെ ഏതാണ് നമുക്ക് രണ്ടാം പഴശ്ശി വിപ്ലവത്തില് സഹായിച്ചതാണ്, പഴശ്ശി വിപ്ലവത്തില് പഴശ്ശി രാജയെ സഹായിച്ച വ്യക്തികളാണ്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ. ഇനി കുറിച്യ, വയനാട്ടിലെ ഗോത്ര വിഭാഗമായിട്ടുള്ള വയനാട്ടിലെ ഗോത്രം അല്ലെ, വയനാട്ടിലെ ഗോത്ര വിഭാഗമായിട്ടുള്ള കുറിച്യരും ആരോടൊപ്പം ഉണ്ടായിരുന്നു? കുറിച്യന്റെ ആ ഒരു കുറിച്യ എന്ന് പറയുന്ന ഒരു ഗോത്രം കൂടി ആരുടെ കൂടെ ഉണ്ടായിരുന്നു? പഴശ്ശിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പോയിന്റും കൂടി അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നോക്കിക്കോളാം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് ആര്? തലക്കൽ ചന്തു. അത് ഓർത്ത് വെക്കണം. രണ്ടാം പഴശ്ശി വിപ്ലവത്തില് പഴശ്ശി രാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് എന്ന് പറയുന്നത് തലക്കൽ ചന്തു ആണ്. തലക്കൽ ചന്തു. ആ പോയിന്റ് അവിടെ കറക്റ്റ് മറക്കാതെ പഠിക്കണം. ഏതാണ്? തലക്കൽ ചന്തു അല്ലെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് എന്ന് പറയുന്നത് തലക്കൽ ചന്തു ആണ്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടറായിട്ട് വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് ഹാർവേ ബാബർ. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്നത്. ഇനി പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘത്തിനാണ് കോൽക്കർ എന്ന് വിളിക്കുന്നത്. കോൽക്കർ ഇത് ഓർത്ത് വെക്കുക. എന്താണ്? പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കർ എന്ന് പറയുന്നത്. ഇനി പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 3 മാവിലൻ തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഓർത്ത് വെക്കുക. പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരുടെ ധീരമായിട്ട് പൊരുതി വീരമൃത്യു വരിച്ച സ്ഥലമാണ് 1805 നവംബർ 30 മാവിലൻ തോട് വെച്ചിട്ടാണ് അദ്ദേഹം മരണമടയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയപ്പോൾ പഴശ്ശി വിപ്ലവം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നെക്സ്റ്റ് വരുന്നതാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കുണ്ടറ വിളംബരം. 1809 കുണ്ടറ വിളംബരം വരുന്നത് അല്ലെ. 1809 അതായത് ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ, തിരുവിതാംകൂർ ദളവയാണ്, വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വിളംബരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്? അതായത് കുണ്ടറ വിളംബരം 1809 ഡേറ്റ് ഓർത്ത് വെക്കുക. ഇനി എന്താണ് കുണ്ടറ വിളംബരം എന്ന് ഓർത്ത് വെക്കണം. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്ന് അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വേലുത്തമ്പി ദളവ, തിരുവിതാംകൂർ ദളവയായിട്ടുള്ള വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വിളംബരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കുണ്ടറ വിളംബരം. അത് ഇയർ മാത്രം പഠിച്ചാൽ പോരാ, എന്തുകൂടി പഠിക്കണം? മന്തും പഠിക്കണം, ഡേയും പഠിക്കണം. ജനുവരി 11. ഇനി കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം ഓർത്ത് വെക്കുക. ഇളമ്പള്ളൂർ ക്ഷേത്രം. നെക്സ്റ്റ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കലാപമാണ് കുറിച്യ ലഹള എന്ന് പറയുന്നത്. കുറിച്യ ലഹള നമ്മള് പഴശ്ശി കലാപത്തിൽ കേട്ടിരിക്കുന്നതാണ് അല്ലെ. അതായത് വയനാട്ടിലെ ഗോത്ര വിഭാഗം പഴശ്ശി കലാപത്തിലെ പഴശ്ശി രാജയെ സഹായിച്ചൊരു വിഭാഗമാണ്, ഗോത്ര വിഭാഗമാണ് അല്ലെ. അപ്പൊ ഇവരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഒരു ലഹള അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ കുറിച്യ ലഹള എന്ന് പറയുന്നത്. അതിന്റെ ഇയർ ഓർത്ത് വയ്ക്കുക. 1812 കുറിച്യ ലഹള വരുന്നത്. ഇനി പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയത്. അതായത് ടാക്സ് അവരോട് പണമായിട്ടും ഒക്കെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു നികുതി ഏർപ്പെടുത്തിയതാണ് അതിനുള്ള റീസൺ ആയിട്ട് അവിടെ എടുത്ത് പറയുന്നത്. ഇനി നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. തോമസ് വാർഡൻ അല്ലെ. തോമസ് വാർഡൻ ആണ്. ഇനി കുറിച്യ ലഹളയുടെ നേതാവ് അല്ലെങ്കിൽ ബുദ്ധി കേന്ദ്രം എന്നൊക്കെ പറയുന്നത് ആരാ? രാമനമ്പിയാണ്. അത് ഓർത്ത് വയ്ക്കുക. ബുദ്ധി കേന്ദ്രം എന്ന് പറഞ്ഞാലും അതുകൂടാതെ നേതാവ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ബുദ്ധി കേന്ദ്രം അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്നത് രാമനമ്പിയാണ്. ഇനി മറ്റു നേതാക്കൾ എന്ന് പറയുമ്പോൾ ആയിരം വീട്ടിൽ കൊന്തപ്പൻ, വെൺകോലൻ, കേളു ഇതൊക്കെ നമുക്ക് കുറിച്യ ലഹളയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളുകളാണ്. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യം, അതായത് കുറിച്യ ലഹളയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുദ്രാവാക്യം ഓർത്ത് വെക്കണം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം. ഇത് സ്ഥിരം ചോദിച്ചു കണ്ടേക്കുന്നതാണ്, ഓർത്ത് വെക്കണം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു കുറിച്യ ലഹളയുടെ മുദ്രാവാക്യമായിട്ട് എടുത്തു പറയുന്നത്. അത് പ്രത്യേകം അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് വരുന്നതാണ് അച്ചിപ്പുടവ സമരം അല്ലെ.
1858 അച്ചിപ്പുടവ സമരം വരുന്നത്. അതായത് 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായിട്ടുള്ള കുറെ അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു ഈ അച്ചിപ്പുടവ സമരം എന്ന് പറയുന്നത്. അതായത് ആ കാലത്ത് ഈഴവർ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ വരെ എത്തുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനേ വസ്ത്രം അല്ലെ, അതായത് അച്ചിപ്പുടവ ധരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നടത്തിയ, അതായത് നമ്മുടെ നേതൃത്വം കൊടുത്ത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഇപ്പൊ നമുക്ക് ഒരു റിനൈസൻസ് ലീഡറാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അല്ലെ. അപ്പൊ അദ്ദേഹം നടത്തിയ ഒരു സമരമാണ് അച്ചിപ്പുടവ സമരം. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വേറെ ഒന്ന് കൂടി മൂക്കുത്തി അല്ലെ, മൂക്കുത്തി സമരം എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഇവിടെ ഓർത്തു വെക്കണം. അപ്പൊ ഇവിടെ എന്തായിരുന്നു ഇതിന്റെ റീസൺ ഓർത്തു വെക്കണം. 1858 അച്ചിപ്പുടവ സമരം വരുന്നത്. എന്തായിരുന്നു? ഈഴവർ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജാതിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് മുട്ടിന് താഴെ വരെ എത്തുന്ന രീതിയിൽ വസ്ത്രം, അതായത് അച്ചിപ്പുടക ധരിക്കാനായിട്ടുള്ള അവകാശമില്ലായിരുന്നു. അപ്പൊ അതിനെതിരെ നടത്തിയ ഒരു സമരമാണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ ഓർത്തു വെക്കണം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നുള്ള പോയിന്റ് ഓർത്തു വെക്കുക. ഇനി അച്ചിപ്പുടവ സമരം 1858 എന്നുകൂടി അവിടെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് വരുന്നതാണ് ചാന്നാർ ലഹള. 1859 ചാന്നാർ ലഹള വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം. അത് പ്രത്യേകം അവിടെ നോട്ട് ചെയ്ത് പഠിക്കണം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാന്നാർ ലഹളയാണ്. 1859 അല്ലെ, 1859 ചാന്നാർ ലഹള വരുന്നത്. 1859 ഓർത്തു വെക്കുക. എന്താണ് അതിന്റെ പ്രത്യേകത? ചാന്നാർ ലഹളയുടെ പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം അല്ലെ, സാമൂഹിക പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇനി വൈകുണ്ഠസ്വാമികളാണ് ഇതിന്റെ ആദ്യത്തെ ആ ഒരു കാലത്ത് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അതും കൂടി ഒന്ന് ഓർത്തു വെക്കണം. വൈകുണ്ഠസ്വാമി അതായത് നമ്മുടെ ഒരു റിനൈസൻസ് ലീഡർ ആണ് അല്ലെ ഈ വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠയൊക്കെ നടത്തിയ ഒരു വ്യക്തിയാണ് വൈകുണ്ഠസ്വാമി. അപ്പൊ വൈകുണ്ഠസ്വാമിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വൈകുണ്ഠസ്വാമി അതിന്റെ ആദ്യ കാലത്ത് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ. നെക്സ്റ്റ് വരുന്നതാണ് മൂക്കുത്തി സമരം 1860. ഇനി ചാന്നാർ ലഹള എന്ന് പറയുമ്പോൾ സാമൂഹിക പ്രക്ഷോഭമാണെന്ന് പറഞ്ഞു അല്ലെ. എന്തിനു വേണ്ടിയിട്ട് നടന്നായിരുന്നു? അതായത് അന്ന് ആ കാലഘട്ടത്തിലെ ചാന്നാർ സ്ത്രീകൾക്കും അതുകൂടെ മറ്റു താഴേക്കിടയിലുള്ള സ്ത്രീകൾക്കൊന്നും മാറി മറയ്ക്കാനുള്ള അവകാശം അല്ലെങ്കിൽ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേൽമുണ്ട് ധരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമാണ് ഈ ചാന്നാർ ലഹള എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കലാപമാണ്. ഇത് ഓർത്തു വെക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മൂക്കുത്തി സമരം. മൂക്കുത്തി സമരത്തിന്റെ ഇയർ ഓർത്ത് വയ്ക്കുക. 1860 നമുക്ക് മൂക്കുത്തി സമരം വരുന്നത് അല്ലെ. 1860 മൂക്കുത്തി സമരം. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, അവിടെ അക്കാലത്ത് നിലനിന്നിരുന്ന ജാതീയമായിട്ടുള്ള കുറെ അനാചാരങ്ങളും പ്രകാരം കീഴ്ജാതിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങളും മൂക്കുത്തി ഒന്നും ധരിക്കാനായിട്ടുള്ള ഒരു അവകാശം ഇല്ലായിരുന്നു. അപ്പൊ ഈ അടിച്ചമർത്തലിനെതിരെ പന്തളം മാർക്കറ്റില് അവിടെ ഒരു ഈഴവ സ്ത്രീ സ്വർണ്ണ മൂക്കുത്തി ധരിച്ചെത്തുന്നുണ്ട്. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ച് പ്രകോപിതരായിട്ടുള്ള സവർണർ ആ സ്ത്രീയെ പരസ്യമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അപമാനിക്കുകയും അവരുടെ മൂക്കുത്തി ബലമായിട്ട് അവിടെ അറുത്തെടുക്കുകയും ചെയ്തു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ മൂക്കുത്തി സമരം എന്ന് പറയുന്നത്. അപ്പൊ ഇതറിഞ്ഞ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ശക്തമായിട്ട് ഇതിനെ എതിർക്കുകയും അദ്ദേഹം പന്തളത്ത് നേരിട്ടെത്തി സ്വന്തം ചെലവില് സ്വർണ്ണ മൂക്കുത്തികൾ വാങ്ങി അവിടുത്തെ സ്ത്രീകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്ത ഒരു സമരം അല്ലെങ്കിൽ ആ ഒരു സംഭവം അല്ലെ. അപ്പൊ അതുകൂടാതെ അവർക്ക് ഇത് ധരിച്ചു നടക്കാനായിട്ടുള്ള ഒരു ധൈര്യം കൂടി ആര് കൊടുക്കാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊടുക്കാണ്. അപ്പൊ ഈ സമരത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൂക്കുത്തി സമരം എന്ന് വിളിക്കുന്നത്. 1860 അത് വരുന്നത്. ഓക്കെ, ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ വരുന്നത്. നമുക്ക് കുറെയൊക്കെ ഇയറുമായിട്ട് കണക്ട് ചെയ്തു. ആദ്യം ഏതാണ് എന്നുള്ളത് കണക്ട് ചെയ്തോടെ പഠിക്കാം. അപ്പൊ ഇവിടെ മലയാളി മെമ്മോറിയൽ വരുന്നത് 1891 മലയാളി മെമ്മോറിയൽ വരുന്നത് അല്ലെ. എന്തായിരുന്നു? അതായത് തിരുവിതാംകൂറില് ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള നാട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തണം. അതായത് അവിടെയുള്ള നാട്ടുകാർക്ക് ഉയർന്ന ഉദ്യോഗങ്ങളിലൊന്നും സ്ഥാനക്കയറ്റമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗങ്ങളൊന്നും ജോലി ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെയും കൂടി ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ വിദേശീയരായിരുന്നു അവിടെയൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗങ്ങളൊക്കെ കൈയാളിയിരുന്നത്. അപ്പൊ അതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു പ്രവണതയ്ക്കെതിരെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ട ഒരു ഭീമ ഹർജിയാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. 1891 വരുന്നത്. ഇയർ കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്തു പോകണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഇത് ഓർത്തു വെക്കണം. തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള
മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതങ്ങനെ അതിന്റെ ആൻസർ എന്താ പറയും? മലയാളി മെമ്മോറിയൽ അല്ലെ. അപ്പൊ അത് ഓർത്ത് വെക്കണം. മുദ്രാവാക്യം വരുന്നത് തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതാണ് ഇതിന്റെ മുദ്രാവാക്യമായിട്ട് എടുത്ത് പറയുന്നത്. ഇനി ഇതിന്റെ ഉപജ്ഞതാവ് എന്ന് പറയുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ് ഈ ഒരു ഇതിന്റെ ഉപജ്ഞതാവ്. അത് ഓർത്ത് വെക്കട്ടോ, ബാരിസ്റ്റർ GP പിള്ള. നെക്സ്റ്റ് ഇത് അല്ലെങ്കിൽ ഈ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സാഹിത്യകാരനായിട്ടുള്ള CV രാമൻപിള്ള. അത് ഓർത്ത് വെക്കണം, സാഹിത്യകാരനായിട്ടുള്ള CV രാമൻപിള്ളയാണ്. ഇനി ആദ്യമായി ഒപ്പുവെച്ച നേതാവ് അത് ഓർത്ത് വെക്കുക, KP ശങ്കരമേനോൻ ആണ് ആദ്യമായിട്ട് ഒപ്പുവെച്ചത് അല്ലെ. ആദ്യമായിട്ട് ഒപ്പുവെച്ച നേതാവ് എന്ന് പറയുന്നത് KP ശങ്കരമേനോൻ, അത് മറക്കരുത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വില്ലുവണ്ടി സമരം 1893. വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. ജന്മിത്തത്തിനെതിരെയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി നയിച്ച ഒരു സമരത്തിനെ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിനെയാണ് നമ്മൾ വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. ഇത് എവിടെ മുതൽ എവിടം വരെയായിരുന്നു? വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ ഒരു സമരം അല്ലെങ്കിൽ ഒരു യാത്രയാണ് വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കുക, അയ്യങ്കാളി ആണ് എന്ന് മറക്കരുത്. ഓക്കെ, നമ്മൾ റിനൈസൻസ് ലീഡേഴ്സ് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. റിനൈസൻസ് ലീഡേഴ്സിൽ അയ്യങ്കാളി പഠിക്കുമ്പോൾ അയ്യങ്കാളിയുടെ ഫാക്ടുകൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കും തന്നെയാണ് അയ്യങ്കാളി അല്ലെ. അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. അയ്യങ്കാളിയുടെ മറ്റ് സമരങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളണം. 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ നമുക്ക് ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അയ്യങ്കാളിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ മറ്റ് കുറേ കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് നടത്തിയ കുറേ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഓർത്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കൂടാ. നെക്സ്റ്റ് വരുന്നതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ വരുന്നത് 1896 ഈഴവ മെമ്മോറിയൽ വരുന്നത്. ആ ഡേറ്റ് അവിടെ മറക്കരുത്. എന്തായിരിക്കാം ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്? അതായത് മലയാളി മെമ്മോറിയൽ അല്ലെ, മലയാളി മെമ്മോറിയലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ഡോക്ടർ പൽപ്പു ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത, മലയാളി മെമ്മോറിയലിന് സപ്പോർട്ട് ചെയ്ത. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു തോട്ട് എന്ന് പറയുന്നത്, അതായത് ഈ മലയാളി മെമ്മോറിയൽ അവിടെയുള്ള ഉന്നതരായിട്ടുള്ള സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അതിന്റെ ആനുകൂല്യം കിട്ടൂ എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ ഡോക്ടർ പൽപ്പു ഇതിന്റെ പ്രയോജനം സവർണർക്കാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കിയതോടുകൂടി മറ്റൊരു ഭീമഹർജിയോടെ സമർപ്പിച്ചു. അതായത് നമുക്ക് ഈഴവടക്കമുള്ള മറ്റ് താഴ്ന്ന ജാതിയിൽപ്പെട്ട വിഭാഗക്കാർ സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്കും പ്രാതിനിധ്യം വേണം, മറ്റ് താഴ്ന്ന ജാതിക്കാർക്കുമുള്ള ഒരു പ്രവേശനം, ഇതൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം 1896 ആ ഇയർ ഓർത്ത് വയ്ക്കണം, 1896 നടത്തിയ സമരമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഈഴവ മെമ്മോറിയൽ അതൊന്ന് ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് വരുന്നതാണ് പുലയലഹള. 1915 പുലയലഹള വരുന്നത്. അതായത് ദളിത് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു ലഹളയാണ് ഏത് ലഹള. അതായത് നമുക്കറിയാം പുലയലഹള ഓർ അതിനെ നമ്മൾ പല പേരുകളിൽ അറിയപ്പെടും. ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള അല്ലെ. ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അവിടെ പറയും. അപ്പൊ ഇവിടെ പുലയലഹള 1915. അപ്പൊ ഇവിടെ ഓർത്തു വെക്കുക, ദളിത് വിദ്യാർത്ഥിയായിട്ടുള്ള പഞ്ചമി എന്ന കുട്ടിയെ അല്ലെ, പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ തിരുവനന്തപുരത്തുള്ള ഊരൂട്ടമ്പലം സ്കൂളില് അയ്യങ്കാളി പ്രവേശിപ്പിക്കാനായിട്ട് ചെല്ലുകയും അഡ്മിഷനായിട്ട് ചെല്ലുകയും ഇതറിഞ്ഞ ഉയർന്ന ജാതിക്കാര് ആ സ്കൂൾ തീ വെച്ച് നശിപ്പിക്കുകയും തുടർന്നുണ്ടായ ഒരു ലഹളയാണ് നമുക്ക് എന്ത് പറയുന്നത് പുലയലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. അത് ഓർത്തു വെക്കുക. കൊല്ലവർഷം 1990 ഇത് നടന്നതിനാലാണ് ഇതിനെ 90-ാം ആണ്ട് ലഹള എന്ന് അവിടെ വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് വരുന്നതാണ് പെരിനാട് ലഹള എന്ന് പറയുന്നത്. പെരിനാട് ലഹള എന്ന് പറയുന്നത് 1915 തന്നെയാണ്. ഇതും അയ്യങ്കാളിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലെ. അതായത് അയ്യങ്കാളിയുടെ ആഹ്വാനത്തെ തുടർന്ന് ദളിത് സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നത് ഉപേക്ഷിച്ചൊരു സംഭവം അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നടന്ന ഒരു സംഭവമാണ് നമുക്ക് എന്ത് പറയുന്നത് ഈ പെരിനാട് ലഹള എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കാം, പെരിനാട് ലഹളയിൽ വരുന്നത് 1915. അയ്യങ്കാളിയുടെ ആഹ്വാനത്തെ തുടർന്ന് ദളിത് സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നത് ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ ഇതിനെ കല്ലുമാല അജിറ്റേഷൻ എന്ന് പറഞ്ഞാലും അവിടെ ശരിയാണ് അല്ലെ. കല്ലുമാല അജിറ്റേഷൻ എന്ന് പറഞ്ഞാലും അവിടെ ശരിയാണ്. കല്ലുമാല അജിറ്റേഷൻ അല്ലെങ്കിൽ പെരിനാട് ലഹള എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇത് നമുക്ക് പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലഹള ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അത് തുടങ്ങിയതും അതുകൂടാതെ ഏറ്റവും കൂടുതൽ നടന്നതും. അതുകൊണ്ടാണ് ഈ പെരിനാട് എന്നുള്ള ഒരു പേര് അവിടെ വന്നത്. അപ്പൊ അത് ഓർത്തു വെക്കാം. കല്ലുമാല ലഹള അല്ലെങ്കിൽ പെരിനാട് ലഹള എന്ന് പറഞ്ഞാലും അവിടെ കറക്റ്റ് ആണ്. കല്ലുമാല അജിറ്റേഷൻ എന്ന് പറഞ്ഞാലും പെരിനാട് ലഹള എന്ന് പറഞ്ഞാലും അവിടെ കറക്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് തളി ക്ഷേത്ര പ്രക്ഷോഭം. അത് 1917. അതായത് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് തളി ശിവക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ എന്തായിരുന്നു പ്രശ്നം? അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക്, അതായത് അവർണർക്ക് തളി ക്ഷേത്രത്തിലെ
ഉള്ള റോഡുകളിലൂടെയും അതിലൂടെയുള്ള ഒരു വഴികളിലൂടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് തളി ക്ഷേത്ര സമരം അല്ലെങ്കിൽ തളി ക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഓർത്തു വെക്കുക, KP കേശവമേനോൻ, അതുകൂടാതെ C കൃഷ്ണൻ, മഞ്ചേരി രാമയ്യർ തുടങ്ങിയവരൊക്കെയാണ് ഇതിന്റെ പ്രമുഖരായിട്ടുള്ള നേതാവ്. അപ്പൊ 3 നേതാക്കന്മാരെ ഓർത്തു വെക്കുക, KP കേശവമേനോൻ, C കൃഷ്ണൻ, മഞ്ചേരി രാമയ്യർ തുടങ്ങിയവരുടെ പേരുകളൊന്ന് ഓർത്തു വെക്കാം. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് വരുന്നതാണ് മലബാർ കലാപം. 1921 മലബാർ കലാപം വരുന്നത്. അതായത് നമുക്ക് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളോട് അനുബന്ധിച്ച് മലബാറിൽ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ആരംഭിച്ച കലാപമാണ് നമുക്ക് ഈ മലബാർ കലാപം എന്ന് പറയുന്നത് 1921. അപ്പം ഈ ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഓർത്ത് വയ്ക്കണം. ഈ ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഗാന്ധിജി അല്ലെ, നമുക്ക് 1919 ലാണ് നമുക്ക് ഖിലാഫത്ത് മൂവ്മെന്റ് വരുന്നത്. എന്തായിരുന്നു റീസൺ? നമുക്ക് 1918 ആ ഒരു സമയത്ത്, 17 ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറാണ് അല്ലെ. ഫസ്റ്റ് വേൾഡ് വാറിന്റെ ആ ഒരു സമയത്ത് തുർക്കി അല്ലെ, തുർക്കി ആരെ പിടിച്ചെടുത്തു? തുർക്കി ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്തു അല്ലെ. ബ്രിട്ടീഷുകാർ അവിടെ പിടിച്ചെടുത്തു. ഇതിനെ തുടർന്ന് തുർക്കിയുടെ ആധ്യാത്മിക നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മുസ്ലിംസിന്റെ ഒക്കെ ഒരു ആധ്യാത്മിക നേതാവാണ് ഖലീഫ. ഖലീഫയുടെ പുറത്താക്കിയിട്ട് അവിടെ ബ്രിട്ടീഷ് ഭരണം വന്നു. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് അതായത് ഈ തുർക്കിയിലെ ബ്രിട്ടീഷ് ഭരണം കളഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം വേണ്ട, അവിടെ ഖലീഫയുടെ ഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു കോൺസെപ്റ്റില് ഇന്ത്യയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഖിലാഫത്ത് മൂവ്മെന്റ് അത് മൗലാന ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും കൂടിയാണ് ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് തുടങ്ങിയത്. ഇത് എന്താണ്? ഗാന്ധിജി അതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം ഗാന്ധിജി അതിനെ കണ്ടത് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്താനായിട്ടുള്ള ഒരു ഇതായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് ഗാന്ധിജി കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സന്ദർശനം അല്ലെ, ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനം അവിടെ 1920 ഗാന്ധിജി ആദ്യം സന്ദർശിക്കുന്നു. ഓർത്തു വെക്കുക കേട്ടോ, 1920 ഗാന്ധിജി ആദ്യമായിട്ട് സന്ദർശിക്കുന്നു. ഇനി ഇവിടെ പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ അത് കുറച്ചുകൂടി വയലന്റായി മലബാർ കലാപങ്ങളിലേക്ക് നയിച്ചു. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വാഗൺ ട്രാജഡി അല്ലെ, വാഗൺ ട്രാജഡിയൊക്കെ വന്നു. അപ്പൊ കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. അത് ഓർത്തു വെക്കുക കേട്ടോ, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിട്ട് അവിടെ എടുത്തു പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ, വാഗൺ ട്രാജഡി. നമുക്കറിയാം മലബാർ കലാപവുമായിട്ട് റിലേറ്റ് ചെയ്താണ് വാഗൺ ട്രാജഡി വരുന്നത് 1921 അല്ലെ, 1921. അപ്പൊ മലബാർ കലാപവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? വാഗൺ ട്രാജഡി വരുന്നത്. അപ്പൊ എന്തായിരുന്നു ഈ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്? അതായത് 90-ൽ പരം തടവുകാര്, അതായത് നമുക്ക് മലബാർ കലാപത്തില് പിടിച്ചടക്കിയ അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ട 90-ൽ പരം തടവുകാര്, അതായത് കേരളത്തിലെ തടവുകളൊക്കെ നിറഞ്ഞു, തടവറയൊക്കെ നിറഞ്ഞു അല്ലെ. അപ്പൊ ഇവരെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കണം. അതിനായിട്ട് 90-ൽ പരം തടവുകാരെ MSLV 1711 എന്ന റെയിൽവേ ഗുഡ് വാഗണിൽ കുത്തി നിറച്ച് തിരൂരിൽ നിന്ന് ബെല്ലാരിയിലേക്ക് കൊണ്ടുപോകാണ് അല്ലെ, ബെല്ലാരി ജയിലിലേക്ക് അയച്ചു. അപ്പോ പോകുന്ന വഴി പോത്തന്നൂരിൽ വെച്ചിട്ട് ഈ വാഗൺ തുറന്നു നോക്കിയപ്പോൾ തടവുകാർ അതിൽ കുറെ പേര് ശ്വാസം മുട്ടി മരണമടഞ്ഞ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാഗൺ ട്രാജഡി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ വാഗൺ ട്രാജഡി എന്ന് പറയുന്ന സംഭവത്തെയാണ് സുമിത് സർക്കാർ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ, പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്നവിടെ വിളിച്ചത്. അത് ഓർത്തു വയ്ക്കണം. സുമിത് സർക്കാരാണ് അങ്ങനെ വിളിച്ചത്. ദുരന്തത്തെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം, പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിളിച്ചത് ആരാണ്? സുമിത് സർക്കാരാണ്. അപ്പൊ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹം വിളിച്ചത്? വാഗൺ ട്രാജഡിയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്നാണ് സുമിത് സർക്കാർ വിളിച്ചത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്ന ഒരു മദ്രാസ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഏത്? AR നേപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. AR നേപ്പ് കമ്മീഷൻ. ഇതും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, AR നേപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് വാഗൺ ട്രാജഡിയെ പറ്റി അന്വേഷിക്കാനായിട്ട് മദ്രാസ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ടില്ല അല്ലെ. നമുക്കറിയാം കലാപങ്ങളെ ഒത്തിരി പറയാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നിർത്തിയത് മലബാർ കലാപവുമായിട്ട് റിലേറ്റ് ചെയ്ത് വാഗൺ ട്രാജഡി വെച്ചിട്ടാണ് നിർത്തിയത്. ഇനി ഒട്ടനവധി കലാപങ്ങൾ ഇങ്ങനെ കിടക്കാണ്. നമുക്കിത് സെക്കൻഡ് പാർട്ടായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, LDC എന്ന് പറയുന്നത് നമുക്ക് 2027 നമ്മുടെ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീമാണ്. അതിനെ തൊട്ട് ഇപ്പോഴേ തന്നെ നമുക്ക് എന്താ അവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ഒരു ബാച്ച് ഇവിടെ ആരംഭിക്കുന്നുണ്ട്. LDCയുമായിട്ട് റിലേറ്റ് ചെയ്ത് പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓരോ ദിവസവും ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, അതുകൂടാതെ ലൈവ് ക്ലാസ്സുകൾ, അതുകൂടാതെ PDF നോട്ട്സുകൾ, വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ. ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ ക്വസ്റ്റൻസുകൾ, കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ഫാക്റ്റുകൾ എല്ലാമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വീക്കിലി നിങ്ങൾക്ക് എക്സാംസുകൾ, ഇതെല്ലാം തന്നെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴേ തൊട്ടേ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് 2027 ഇപ്പോഴേ കുറേശ്ശെ നമുക്ക് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു സിലബസിൻ്റെ വ്യാപ്തി നമുക്കറിയാം അല്ലേ. കുറേശ്ശെ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴേ നമുക്ക് അത് പഠിച്ച് പോയി നമുക്ക് ഏറ്റവും ആ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ എടുക്കാറാവുമ്പോൾ നമുക്കൊരു റിവിഷൻ ഒക്കെ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇപ്പോഴേ തൊട്ടേ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 858902022323 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.